ഹലോ ഗായ്സ്, ഇപ്പം നമുക്കൊരു ആക്റ്റീവ് പോപ്കോൺ ഉണ്ടാക്കാം. ഇതെൻ്റെ ഫേവറേറ്റ് പോപ്കോണാണ്. പക്ഷേ ഫ്ലേവർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, വേറെ ഏതോ ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കുക്കർ എടുക്കാം. ഇത് സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ നേരെ പോപ്കോൺ പൊട്ടും കേട്ടോ. മറ്റത് അലുമിനിയം ഒക്കെ ആകുമ്പോൾ ആകെ കുറേ നേരം എടുക്കും. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ കുക്കർക്ക് ഇടാം. പിന്നെ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ നേരെ ഇടണം. പിന്നെ ഇതിൽ കുക്കർ വെള്ളം ഉണ്ടിച്ച് അത് തുടയ്ക്കാൻ മറക്കരുത്, കാരണം അത് അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ വെക്കുമ്പോൾ ആകെ വേണം. ഇതിപ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുക്കറിൻ്റെ മേലെ അരിഞ്ഞ് പറഞ്ഞ സാധനമില്ലേ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നേരെ സ്റ്റൗ ഓണാക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കാം. പിന്നെ ഈ അടപ്പ് നേരെ തിരിച്ചാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ചെറിയ ഒരു ഓട്ട വിടണം, കാരണം ഈ ആവി പോയില്ലെങ്കിൽ പോപ്കോണ് പൊട്ടു. അപ്പോൾ നമുക്കിനി കുറച്ച് നേരത്തിന് വെയിറ്റ് ചെയ്യാം. ഇത് എന്തൊക്കെയോ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൊട്ടാനും തുടങ്ങി. അപ്പോൾ നമ്മുടെ ഏകദേശം പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രം എടുക്കാം. അപ്പോൾ പാത്രത്തിൻ്റെ ഒരു പാത്രമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് പോപ്കോൺ ഇടാൻ പറ്റും കേട്ടോ. ആകെ ആവിയായിട്ട് തുറക്കുമ്പോൾ കൈ കൊള്ളാതെ നോക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇടും, കാരണം എനിക്ക് ചില്ലിയുടെ ഫ്ലേവറാണ് ഞാൻ എപ്പോഴും വാങ്ങല്. പക്ഷേ ചില്ലിയുടെ അല്ല ഇതിപ്പോൾ കിട്ടിയത്, അതുകൊണ്ട് മുളക് പൊടി ഇട്ടിട്ട് ഞാൻ കുലുക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നല്ല പോപ്കോണാണ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.